ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നവരാത്രിക്ക് വേണ്ടി സ്വീറ്റ് തയ്യാറാക്കാനാണ്. അതായത് ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ഒരു പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് പച്ചരിപ്പൊടി എടുക്കുക. നല്ല മൂപ്പിച്ചെടുത്ത പച്ചരിപ്പൊടി ആയിരിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അതായത് കട്ടയൊന്നും കെട്ടാതെ ഒരുപാട് വെള്ളം കൂടി പോകാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് ഉപ്പ് മതി. കാര്യം ശർക്കരയുടെ മധുരമാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അതായത് മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടായിട്ടാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് സാവകാശം സമയത്ത് തന്നെ കുഴയ്ക്കണം. പിന്നെ നന്നായിട്ട് കുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ മാവിന് ഇങ്ങനെ ഇരിക്കും. കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരു കൊഴുക്കട്ടയുടെ അതിനെക്കാട്ടി കുറച്ച് കുറവായിരിക്കും വെള്ളം. അതിന് ശേഷം അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ആവിയിൽ വേവിക്കുന്നത് കുറച്ച് സമയം എടുത്ത് തന്നെ വേവിക്കുക. സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വേവിക്കുമ്പോഴാണ് മാവ് നന്നായിട്ട് വെന്ത് കിട്ടും. അതായത് ശർക്കരയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വേവിക്കേണ്ടത്. പിന്നെ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ നവരാത്രി ആശംസകൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നവരാത്രിക്ക് നല്ലൊരു സ്വീറ്റാണിത് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ പച്ചരിപ്പൊടി നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇതിൽ നട്ട്സ്, തേങ്ങ, ഏലക്ക ഒക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. തേങ്ങയൊക്കെ മൂപ്പിക്കുമ്പോൾ സിമ്മിലിട്ട് മൂപ്പിക്കുക. അപ്പം നന്നായിട്ട് സ്ലോയിൽ വെന്ത് കിട്ടും. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിലോട്ട് നല്ലോണം നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണേൽ ഇതിനകത്ത് പീനട്ട്സൊക്കെ ചേർക്കാം. പീനട്ട്സ് ചെറിയ ചെറിയ പീസാക്കി ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ മൂപ്പിക്കുമ്പോഴത്തേന് തീ ആദ്യം കുറച്ച് ഹൈയിലിടുക, പിന്നെ സിമ്മിലിടുക. തേങ്ങ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങയും നട്ട്സും ഒക്കെ മൂപ്പിച്ചെടുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കര പാനി വറ്റിച്ചെടുക്കാം. ഇതിന് ശേഷം നട്ട്സൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ ശർക്കര പാനി ഒഴിക്കുക. ഈ പാത്രത്തിലേക്ക് തന്നെ എല്ലാം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ശർക്കര പാനി ഒഴിക്കുകയാണ്. ശർക്കര പാനി തയ്യാറാക്കുമ്പോഴും നന്നായിട്ട് വെള്ളത്തിലെടുത്തതിന് ശേഷം അത് ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുക. അല്ലെങ്കിൽ അതിനകത്തുള്ള കല്ല് പൊടിയൊക്കെ കാണും. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. ഈ വെള്ളം വറ്റിച്ചെടുത്തതിലേക്ക് ശർക്കര പാനിയിലേക്ക് ഇപ്പം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ പച്ചരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം ആ ശർക്കര പാനിയിൽ. അപ്പോൾ അതൊക്കെ സ്ലോയിൽ ചെയ്യണം. എല്ലാം ചെയ്തതിന് ശേഷം അതുപോലെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, നട്ട്സ് ഇത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തേങ്ങയൊക്കെ കുറച്ചധികം ചേർക്കാം. കാര്യം നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ നവരാത്രി ദിനാശംസകൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്വീറ്റാണ് നവരാത്രിക്ക് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.